ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം കേക്കുകൾ ചെയ്തൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് ചെയ്യാനുള്ളത് 1 kg വരുന്ന 2 ബ്ലാക്ക് ഫോറസ്റ്റും ഒരു റെഡ് വെൽവെറ്റ്, 1/2 kg വരുന്ന, അതുപോലെ 1/2 kg വരുന്ന ഒരു ടെൻഡർ കോക്കനട്ട്, 1/2 kg വരുന്ന ഒരു ഡ്രീം കേക്ക്. ഇത്രയാണ് കേട്ടോ നമുക്ക് ഓർഡർ ഉള്ളത്. അപ്പോൾ ഞാൻ കേക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് 3 കേക്ക് മാത്രമേ ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ മറ്റേ 2 കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ബട്ടർ പേപ്പർ കട്ട് ചെയ്യൽ. അപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചധികം കട്ട് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യലാണ്. അപ്പോൾ സ്റ്റോക്ക് ചെയ്തതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചധികം ഷീറ്റ് ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ കേക്കിലേക്ക് ഇപ്പോൾ വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ടിന്നിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 ഇഞ്ചിൻ്റെ ഒരു ടിന്ന്, 6 ഇഞ്ചിൻ്റെ ഒരു ടിന്ന്, പിന്നെ 7 ഇഞ്ചിൻ്റെ 2 ടിന്ന്, അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ 2 ടിന്ന് എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ 1 kgൻ്റെ ബാറ്റർ രണ്ടിലും കൂടെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും, അതുകൊണ്ടാണ്. നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ 6 മുട്ട ഇതുപോലെ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമുക്ക് 3 കേക്കിനായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അത് 1 kgൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റും 1/2 kg വരുന്ന ടെൻഡർ കോക്കനറ്റും പിന്നെ ഡ്രീം കേക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ 6 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ 3 എണ്ണം ബ്ലാക്ക് ഫോറസ്റ്റിനും 2 എണ്ണം വാനില സ്പഞ്ചിനും പിന്നെ 1 എണ്ണം എടുത്തിട്ടുള്ളത് ഡ്രീം കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചിനുമാണ് കേട്ടോ. അങ്ങനെ 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ 1.5 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്റ്റാൻഡ് മിക്സറിലായതുകൊണ്ട് പൊടിക്കണമെന്നൊന്നുമില്ല, നല്ലപോലെ ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ബീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു റാക്ക് നടുക്കിലേക്കായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കലുള്ളത്. അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം കൊണ്ട് അത് പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് 1 kg ബ്ലാക്ക് ഫോറസ്റ്റിലേക്കുള്ള ഫ്ലോറാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ 1 കപ്പിലേക്ക് 3/4 ഭാഗത്തോളം മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൊക്കോ പൗഡർ ഇട്ട് ഫില്ലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ 1 കപ്പ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡ്രീം കേക്ക് കൂടെ ഉണ്ട്. 1/2 kg ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് അളവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ 1/4 കപ്പിൻ്റെ 3/4 ഭാഗത്തോളം മൈദ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കൊക്കോ പൗഡർ ഇട്ടിട്ട് ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. രണ്ടും ഒരു സ്പഞ്ചാണല്ലോ, അതാണ് ഞാൻ ഒന്നിച്ചിടുന്നത്. അതിലേക്കൊരു 1.25 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ കുറച്ച് മിൽക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഒന്നില്ലെങ്കിൽ 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 തവണ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കൗണ്ടർ ടോപ്പിലായിട്ടുള്ള ആ ഒരു ഫ്ലോറൊക്കെ ഞാൻ അപ്പം തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി 1/2 kg ടെൻഡർ കോക്കനറ്റിലേക്കുള്ള ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ കുറച്ച് മിൽക്ക് പൗഡർ, ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മുട്ട ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ബീറ്റർ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സായി വരുന്നവരെ മാത്രം ഒന്ന് ബീറ്റർ ഓണാക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ മുട്ട പൊങ്ങി വന്നതെല്ലാം പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ട് ഒന്ന് മിക്സായി വരുന്നവരെ മാത്രം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ബീറ്ററിൻ്റെ ഈ ഒരു ബ്ലേഡ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലോറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലേഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ 3 കേക്കിലേക്കും വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഒന്നിച്ചാണല്ലോ ബീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാനിതിൽ നിന്ന് കുറച്ച് ബാറ്റർ മാറ്റുന്നുണ്ട് കേട്ടോ. അത് വാനില സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ഫ്ലേവർ വേറെ വേറെ ഫ്ലേവർ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. 2 മുട്ട 1/2 kgയിലേക്ക് 2 മുട്ടയാണല്ലോ വേണ്ടത്. 2 മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മുട്ട ഫ്ലഫി ആയിട്ട് വരും, എത്രത്തോളം ബാറ്റർ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടുള്ളത്.
നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ, വേറെ വേറെ തന്നെ ബീറ്റ് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററിലേക്ക് പിന്നെ നമ്മളെ ഡ്രീം കേക്കിനും ബ്ലാക്ക് ഫോറസ്റ്റിനും ഉള്ള ഫ്ലോർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഓവർ ബീറ്റ് ആയി പോകരുത്. ഞാനിപ്പോൾ ഒരു സെക്കൻഡ് സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സമയത്ത് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വെള്ളം യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുഴുവൻ ഫ്ലോറും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സൈഡിലായ ഫ്ലോറൊക്കെ ഇതുപോലെ ഞാൻ നടുക്കിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം പിന്നെ വെള്ളം യൂസ് ചെയ്യുമ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രീം കേക്കിലേക്കും ബ്ലാക്ക് ഫോറസ്റ്റിലേക്കുള്ള ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ 2 ടിന്നിലും അതുപോലെ ഡ്രീം കേക്കിന് വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലും ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ബാറ്ററി ഇപ്പോൾ നമ്മൾ ഒരു മുട്ടക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ബാറ്ററി ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 kg വാനില സ്പഞ്ച് ഉണ്ടാക്കാനുള്ള ബാറ്ററി ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ, അതിലേക്ക് കുറേശ്ശെയായിട്ട് ഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടി കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ, ഞാൻ പതുക്കെയാണ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 kg വാനില സ്പഞ്ചിലേക്കുള്ള ബാറ്ററും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നേരത്തെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഓവൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ ഓവനിലേക്ക് 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് 160 ഡിഗ്രിയിൽ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. 1 kgൻ്റെ ബാറ്റർ 7 ഇഞ്ചിൻ്റെ 2 ടിന്നിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും കേട്ടോ. മാത്രമല്ല നല്ല ഹൈറ്റും കിട്ടും കേക്കിന്. ഇനി നമുക്ക് കേക്കൊന്ന് ബേക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം വെച്ച 3 കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് വെച്ച വാനില സ്പഞ്ച് ഒന്നുകൂടെ ഒന്നാവാനുണ്ട്. അപ്പം ഞാനിതാ ചൂടോടെ തന്നെ ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈഡൊക്കെ കുറച്ചൊരു ക്രിസ്പി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചൂടോടെ കൂടെ തന്നെ മാറ്റുന്നത്. ഇങ്ങനെ മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കേക്ക് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഇങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ടിന്നിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. എനിക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്കായതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ടിന്നിൽ നിന്ന് മാറ്റിയത്. സൈഡ് ക്രിസ്പി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ വാനില സ്പഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നേ. ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഫുൾ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് മുമ്പ് ഞാൻ കേക്കുകളൊക്കെ ഇതുപോലെ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ 2 ടിന്നിൽ ബേക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് 4 ലെയർ കിട്ടും കേട്ടോ. ഈ ബ്ലാക്ക് ഫോറസ്റ്റിന് നല്ല ഹൈറ്റ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിലെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഷുഗർ സിറപ്പിൽ നല്ലപോലെ ഒന്ന് വെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കേക്കിന്. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ലെയറിലായിട്ട് ഞാൻ ബ്ലൂബെറീൻ്റെ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ചെറി വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് ചെറീൻ്റെ ഫ്ലേവർ അത്ര തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലൂബെറീൻ്റെ ക്രഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തതിന് ശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ലെയറിലായിട്ട് ബ്ലൂബെറീൻ്റെ ക്രഷ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ലെയേഴ്സ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ.
3 ലെയേഴ്സും വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഇടയിൽ നമുക്ക് 2 ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 1/2 kg വരുന്ന ഒരു റെഡ് വെൽവെറ്റും അതുപോലെ 1 kg വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് റെഡ് വെൽവെറ്റ് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ആയിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ലെയറിലായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചോക്ലേറ്റ് കട്ട് ചെയ്തത്, വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റാക്കിയതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെയറിലായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചോക്ലേറ്റ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ സിറപ്പിൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതും ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 kg വരുന്ന ടെൻഡർ കോക്കനറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ടെൻഡർ കോക്കനറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാനിതിൽ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പെട്ടെന്നൊന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇളനീൻ്റെ പൾപ്പും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വാനില സ്പഞ്ച് ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബോർഡിലേക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് കരിക്കിൻ്റെ വെള്ളവും ഷുഗറും കൂടെ നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് ആ ഒരു സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ വെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ലെയറിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ലെയറും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ലെയറിലായിട്ട് ഞാൻ കുറച്ച് ഇളനീരിൻ്റെ പീസസും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കരിക്കിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും കേക്കിന്. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെയറിലായിട്ട് പൾപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളനീരിൻ്റെ കുറച്ച് പീസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും കൂടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വീഡിയോ നേരത്തെ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ അത് പ്രത്യേകം കാണിക്കാതിരുന്നത്. അപ്പോൾ 4 കേക്കും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തിട്ട് ഞാൻ ഫൈനൽ കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 kg വരുന്ന ടെൻഡർ കോക്കനറ്റിനും 1 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിനും ഞാൻ സെയിം ഡെക്കറേഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 കേക്ക് ഞാൻ സെയിം ഡെക്കറേഷനിൽ ചെയ്തിട്ടുണ്ട്. ഈ ഡെക്കറേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. പിന്നെ റെഡ് വെൽവെറ്റിന് ഞാൻ ഇതുപോലെ റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ ക്രംസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട്. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് മുകളിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്രംസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റിന് ഞാൻ സൈഡിലായിട്ട് ചോക്ലേറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇതുപോലൊരു ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 കേക്കും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഡ്രീം കേക്കും കൂടെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകം കാണിക്കാത്തത്. ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ നല്ല ലെങ്ത് ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രീം കേക്കാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മുഴുവൻ കേക്കും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഗനാഷും ഒഴിച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫൈനൽ ലെയർ ആയിട്ടുള്ള കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഴുവൻ കേക്കും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുഴുവൻ ഇങ്ങനെ നിരത്തി വെച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. നമ്മുടെ അത്രയും നേരം എടുത്ത എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണല്ലോ. അപ്പോൾ മുഴുവൻ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര മനസ്സമാധാനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കേക്കുകളെല്ലാം ഞാൻ പാക്ക് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്